ഐതിഹ്യപ്രകാരം രാവണൻ പുരാതന കാലത്ത് ലങ്ക ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു. രാമായണത്തിലെ പ്രതിനായകൻ രാവണനാണ്. രാവണന്റെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള പ്രാവീണ്യം കാണിക്കുവാനായി 10 തലകളോടെയാണ് രാവണനെ കലകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 10 തലകൾ രാവണന് ദശമുഖൻ, ദശഗ്രീവൻ, ദശകണ്ഠൻ എന്നീ പേരുകൾ നേടിക്കൊടുത്തു. രാവണന് 20 കൈകളും ഉണ്ട്. ഇത് രാവണന്റെ ദുരയെയും ഒടുങ്ങാത്ത ആഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. വിശ്രവസ് എന്ന ബ്രാഹ്മണ മുനിയുടെ മകനായാണ് രാവണൻ ജനിച്ചത്. ദൈത്യരാജകുമാരിയായ കൈകസിയായിരുന്നു രാവണന്റെ അമ്മ. കൈകസിയുടെ പിതാവും ദൈത്യരാജാവും ആയ സുമാലി തന്റെ മകൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെ വരിച്ച് അതിശക്തനായ ഒരു പുത്രനെ പ്രസവിക്കണമെന്ന് ആഗ്രഹിച്ചു. സുമാലി ലോകത്തിലെ രാജാക്കന്മാരൊക്കെ തന്നെക്കാൾ ശക്തി കുറഞ്ഞവർ എന്നു കണ്ട് അവരെ പരിത്യജിച്ചു. കൈകസി മുനിമാരുടെ ഇടയിൽ തിരഞ്ഞ ഒടുവിൽ വിശ്രവസിനെ ഭർത്താവായി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് രാവണൻ ഭാഗികമായി അസുരനും ഭാഗികമായി ബ്രാഹ്മണനുമാണ് എന്ന് കരുതപ്പെടുന്നു.